വണ്ടി ലോക്ക് ചെയ്തിട്ട് താൻ പോയിക്കോ. ശരി. ഒന്നും വേഗം ആടാ ഇങ്ങോട്ട്. അവനെവിടെ? ചത്തോ? ഇല്ല, ഞങ്ങൾ അവനെ കൊന്നു. അവര് തന്നെയാ ബീച്ചിൽ വെച്ച് എന്നെയും ഒട്ടിച്ചത്. കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ എന്നെയും കൊന്നനെ. അവരുടെ ജീപ്പിൽ കുതിരയുണ്ടായിരുന്നോ? കുതിരയോ? ആ കുതിര, വെള്ള കുതിര, ആ ജീപ്പിന് മുമ്പിൽ. ആ ഉണ്ടായിരുന്നു, ചാടാൻ നിൽക്കുന്ന കുതിര. ആ ഇപ്പൊ പിടികിട്ടി. ഇവന്റെ മാജിക്കുകൾ തന്നെ ആയിരിക്കും ആള്. പക്ഷെ ആ ബോട്ടിൽ വന്ന പ്രായം ചെന്ന ആളാരാ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഡാനി, നാളെ ഇവനെയും കൂട്ടി നോക്കാം പുഴക്കര വരെ പോയാലോ? നീ വരാവോ? പേടിക്കണ്ടടാ, ഞാനില്ലേ. വേണ്ട, അവര് ഭയങ്കരന്മാരാ, ചിലപ്പോ കൊല്ലും. പേടിക്കാടാ, ഡാനി അല്ലേ കൂടെ ഉള്ളത്. ഡാനിന്റെ ഇടി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേ. സാന്റത്തിന്റെ ഇടി പോലെ ഇരിക്കും. കറക്റ്റ്. പിന്നെ ഞാൻ പിടിച്ചോളാം. അവരുടെ സ്ഥലം ഒന്ന് കണ്ടുപിടിച്ചിട്ട് വേണം മനുവങ്ങളോട് പറയാൻ, അല്ലേ? അതെ. നീ വരുവോ? എല്ലാം കഴിയുമ്പോ എന്നെ പോലീസിൽ പിടിച്ചു കൊടുക്കോ? ഇല്ല, സത്യമായിട്ട്. വാതിൽ തുറക്കാൻ. എടാ, ഡാഡി ആയിരുന്നോ? എന്താടാ, ഇഷ്ടപ്പെട്ടില്ലേ? അല്ല, ഞാൻ വിചാരിച്ചു ഡാഡി ആയിരിക്കും. ഗുഡ് ഈവനിങ് അങ്കിൾ. ഗുഡ് ഈവനിങ്ങോ? ഈ പാതിരാത്രിക്കോ? അങ്കിളെ, ഈ കഥയൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. എന്നിട്ട് വിക്രമാദിത്യ എന്ത് പറഞ്ഞു? വിക്രമാദിത്യൻ പറഞ്ഞു, വേതാളമേ നീ പോവരുത്, പ്രേതലോകത്തേക്ക് പോവരുത്, അത് അപകടമാണ്. ആരുടെ കാര്യമാ പറയുന്നേ? വേതാളത്തിന്റെ. വേതാളം? വീട്ടിൽ പോടാ വേതാളമേ. അല്ല, ചെറിയ വേതാളം ഉറങ്ങിയോ? അങ്കിളെ, കഥ. ആ, കഥയൊക്കെ ഇനി നാളെ. വീട്ടിൽ പോടാ. ഹലോ ഹലോ, തോമസ് അല്ലേ? ഇത് ഞാനാണ്. എന്താ മുതലാളി? കിരീടവും വാളുമെല്ലാം നല്ല നീറ്റായിട്ട് പാക്ക് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ സാർ. നാളെ തന്നെ നമുക്കത് വിൽക്കാം. சரி சார். ഇന്നും ആ പയ്യൻ രക്ഷപ്പെട്ടു അല്ലേ? ஒரு சின்ன தப்பு நடந்து போச்சு, நான் பிடிச்சிடுறேன் நாளைக்கு. ஹலோ ஹலோ ഹലോ ഹലോ ஹலோ, எவனோ ஒரு மர்டர் ராஸ்க்கு நடுவுல போந்து டிஸ்டர்ப் பண்றான். எவனோ ஒருத்தன். ஹலோ, ഇത് ഞാനാണ്. എന്തു പറ്റിയതാ? சார், எனக்கு ஒரு சின்ன சந்தேகம். நம்ம பேசுறது எவனோ நடுவுல ஒட்டு கேட்கறான்னு நினைக்கிறேன் நான். ശരിയാണ്, ഇതവൻ തന്നെയായിരിക്കും. ഒരു പീറ വയർലെസ് സെറ്റും വെച്ച് അവൻ നമ്മളെ തോൽപ്പിക്കാൻ തുടങ്ങിയിരിക്കുക. മിസ്റ്റർ മനു, പേടിച്ചു പോയി അല്ലേ? നീ ആരാണെന്നും എവിടെയാണെന്നും ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങളെ കുറിച്ചൊരു ചുക്ക് നിനക്കറിയില്ല. ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഒരിക്കൽ നീ ഒന്ന് ഇടപെട്ടു, അനുഭവോർമ്മയുണ്ടല്ലോ. അന്ന് നിന്റെ അച്ഛനെ ഞങ്ങൾ കൊന്നു. മര്യാദയ്ക്ക് ജീവിച്ചു. ഇല്ലെങ്കിൽ നിന്നെ മാത്രമല്ല, നിന്റെ കുടുംബം മുഴുവൻ ഞങ്ങൾ നശിപ്പിച്ചു കളയും. ഓടാ പട്ടി, എന്റെ അച്ഛനെ കൊന്ന നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലടാ. വിഗ്രഹങ്ങളും കിരീടവും ഒക്കെ നീ നാളെ തന്നെ വിൽക്കും അല്ലടാ? വിൽക്കുവടാ? ഇല്ലടാ, 24 മണിക്കൂറിനകം നിന്നെയും നിന്റെ കൂട്ടരെയും ഞാൻ അകത്താക്കും.
നമുക്ക് കാണാം. ആളെ അറിയാൻ പടം വരയ്ക്കാൻ എന്നൊക്കെ പറഞ്ഞ് പറ്റിയിട്ട് കൊടുത്താണേ എന്റെ സ്വഭാവം മാറും. ഇടിക്കും ഞാൻ. എന്റെ ഇടി എന്ന് പറഞ്ഞാൽ ഫാനത്തിന് ഇടി പോലെ. അല്ല, നിനക്കറിയാമല്ലോ. എന്താടോ ഒരു കള്ളലക്ഷണം? വാ. എന്തിനാ ക്രയോൺസും പേപ്പറും പടം വരയ്ക്കാനാ? എന്ത് പടം? ആനയുടെ. ആ, വരച്ചു കഴിഞ്ഞ് എന്നെ കൂടെ കൊണ്ടുവന്ന് കാണിക്കണേ. എവിടെ? ഇത് ശരിയാവുന്ന ലക്ഷണമൊന്നുമില്ല. മൈൻഡ് യുവർ വേർഡ്സ്. സോറി. റെഡി. ഇവനാ നേതാവ്. ഇവൻ തന്നെയാ ആള്. വേറെ രണ്ടുപേരും കൂടി ഉണ്ട്. അതാരാ? ആരെങ്കിലും ആയിക്കോട്ടെ, ഇനി ഒന്നും ആലോചിക്കണ്ട. ആൾ ഇവൻ തന്നെയാ. അതേന്നെ. നിനക്ക് വഴി അറിയോ? പുഴയുടെ അടുത്ത് വരെ പോവാൻ എനിക്ക് വഴി അറിയാം. അവിടെ നിന്ന് അങ്ങോട്ടാ ഒരു പിടിയില്ലാത്തത്. വള്ളത്തേക്കര അവരങ്ങ് പോയി. ഡാനി, നിനക്കത് തുറക്കടാ. ഡാനി, എന്താണ് അകത്ത് പരിപാടി? ഒന്നുമില്ല. എന്താടാ? എവിടെ നീ വരച്ച ആന? അമ്പലത്തിലാ. അമ്പലത്തിലോ? എന്തിന്? ആരാട്ടിന് പോയി. എടോ, ഇവിടെ എന്തോ കള്ളത്തരം നടക്കുന്നുണ്ട്. എല്ലാത്തിനെയും പിടിച്ചോളാം. നിന്നോട് കൂടെ പറഞ്ഞു. ഈ ഉമേന്റിക്ക് എന്താ ഒന്നും പഠിക്കാനില്ലേ? ഇതെന്തൊരു കോളേജ്?